വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മൾ എല്ലാവരും LSS എക്സാമിനും നമ്മുടെ ക്രിസ്മസ് എക്സാമിനും ഒക്കെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് രണ്ടിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ആസ് സ്റ്റോൺ ആസ് വിൻ, കല്ലായി കാറ്റായി എന്ന് പറയുന്ന നമ്മുടെ EVS ചാപ്റ്ററിന്റെ അകത്തുനിന്ന്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കുറെ എക്സ്പെരിമെന്റ്സും അല്ലെ, ഒരുപാട് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇതെന്ന് പറയുന്നത്. ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മക്കളെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. LSS എക്സാമിനും കൂടെ ഇത് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 അവസ്ഥകളിൽ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഏതൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, അതായത് നമ്മുടെ ഖരാവസ്ഥയിൽ നമ്മൾ കാണാറുണ്ട്. ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെ, മക്കൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും മിസ് പറയുന്നുണ്ടാവുക. ലിക്വിഡ് അഥവാ ദ്രാവകാവസ്ഥയിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് അല്ലെ, അതായത് നമ്മുടെ വാതകാവസ്ഥയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വസ്തുക്കളെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ കാണുന്ന വസ്തുക്കളെ പറ്റി പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് ഇതുപോലെ നമ്മുടെ ഐസ്, നമ്മുടെ വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം, അതുപോലെ നമ്മൾ എപ്പോഴും പറയാറുള്ള നീരാവി അല്ലെ, വാട്ടർ വേപ്പർ ആയിരിക്കും. ഓരോന്നും ഏത് അവസ്ഥയിലാണെന്ന് നോക്കിയാലോ. ഇപ്പൊ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് അവസ്ഥയാണ്? സോളിഡ് ആണ് അല്ലെ, ഖരാവസ്ഥയാണ്. ഇനി വാട്ടറിലേക്ക് പോകുന്ന സമയത്ത് അത് ആരായി? നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെ, ദ്രാവകമാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നീരാവി എന്ന് പറയുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് അല്ലെ, നമ്മളുടെ വാതകമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിവിടെ ഇങ്ങനെ മിസ് എഴുതി തരാം. ഇനി നിങ്ങൾ പറഞ്ഞു നോക്കിയേ, നിങ്ങൾ ഇമേജിൻ ചെയ്യണേ. മിസ് ഓരോ കാര്യം പറയുമ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഇമേജിൻ ചെയ്ത് നോക്കുക, മനസ്സിലൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഐസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ. ഓക്കെ, ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ചു, അതായത് അതിന്റെ തണുപ്പൊക്കെ പോയി നമ്മൾ കുറച്ച് ചൂടൊക്കെ കൊടുക്കാൻ തുടങ്ങി അല്ലെ. അങ്ങനെ ചൂട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസിന് എന്താ സംഭവിക്കുക? നമ്മൾ ഒന്ന് ഹീറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് കുറച്ച് ചൂട് അല്ലെ, താപം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഐസിന് എന്താ സംഭവിക്കുക? യെസ്, ഐസ് മെൽറ്റ് ആവാൻ തുടങ്ങും അല്ലെ. നമ്മളിപ്പോ ഒരു സ്റ്റീലിന്റെ പാത്രത്തിൽ ഫ്രീസറിൽ ഐസ് ഒക്കെ ആക്കി വെച്ച് അതെടുത്ത് പുറത്ത് വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അതൊന്നും എടുത്ത് ചൂടാക്കി, അത് എന്ത് ചെയ്യാൻ തുടങ്ങും? അത് ഉരുകി തുടങ്ങും അല്ലെ. ഉരുകി തുടങ്ങാന്ന് പറഞ്ഞാൽ അത് വെള്ളമായിട്ട്, വാട്ടറായിട്ട് മാറാൻ തുടങ്ങില്ലേ. ഇതേ വെള്ളത്തിനെ ഞാൻ എടുത്ത് തിളപ്പിക്കുകയാണ്. മിസ് എന്ത് ചെയ്തു എന്നറിയോ? അടുപ്പത്ത് വെച്ചു കേട്ടോ. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ മക്കൾ ആലോചിച്ച് നോക്കിയേ, എന്താ സംഭവിക്കുക? അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ വീണ്ടും അതിനെ ഹീറ്റ് ചെയ്തു അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക? വീണ്ടും ഞാൻ അതിനെ ചൂടാക്കി. എന്ത് സംഭവിക്കും? കുറെ ആളുകള് നീരാവിയായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റൂലേ. പ്രത്യേകിച്ച് ഇത് കറക്റ്റ് ആയിട്ട് കാണണമെങ്കിൽ നമ്മളൊന്ന് മൂടി വെച്ചിരുന്നാ മതി. മൂടി വെച്ചിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മൂടിയൊക്കെ തുറന്നു നോക്കുന്ന സമയത്ത് ആ മൂടിയിലൊക്കെ നമുക്ക് വെള്ളത്തുള്ളികൾ കാണാൻ പറ്റും. അതായത് ഈ നീരാവിയൊക്കെ എന്ത് ചെയ്തതാണ്? പുറത്തേക്ക് പോകുന്ന നീരാവിനെ നമ്മൾ പിടിച്ചു വെച്ചു. അത് തണുത്ത സമയത്ത് എഗെയിൻ അത് എന്തായിട്ട് മാറിയതാണ്? യെസ്, തണുത്ത സമയത്ത് അത് എന്തായിട്ട് മാറിയതാണ്? വെള്ളമായിട്ട് അല്ലെ, അതായത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വീണ്ടും വന്നതാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി അതൊന്ന് ഫ്രീസറിൽ വെക്കണം, അതായത് അതൊന്നും കൂടെ എന്ത് ചെയ്യണമെന്ന്, തണുപ്പിക്കണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഒന്നും കൂടെ ഒന്ന് കൂളാക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതെന്തായിട്ട് മാറും? ഐസായിട്ട് മാറും അല്ലെ. അപ്പൊ നമ്മളിവിടെ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഒന്ന് ചൂടാക്കി, മറ്റേത് നമ്മൾ തണുപ്പിച്ചു അല്ലെ. അതിനനുസരിച്ച് നമ്മളുടെ ആളുകൾ ഐസ്, ഇത് ഐസ് ആയിരുന്നു, ഐസ് എന്ത് ചെയ്തു? യെസ്, ഐസ് എന്ന് പറയുന്നത് വാട്ടർ ആയിട്ട് മാറി. പിന്നീട് നോക്കുന്ന സമയത്ത് അത് വാട്ടർ വേപ്പർ ആയിട്ട് മാറി. വീണ്ടും ആ വാട്ടർ വേപ്പർ എന്ത് ചെയ്യാണ്? യെസ്, ജലമായിട്ട് അല്ലെ, വാട്ടർ ആയിട്ട് മാറുകയാണ്. വീണ്ടും തണുപ്പിക്കുമ്പോൾ അത് ഐസ് ആയിട്ട് മാറുകയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യാണ്, മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഒരു വാട്ടർ സൈക്കിൾ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ, ഓർത്തു വെക്കേണ്ടതാണ്, നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. മിസ് ഇവിടെ ഇമ്പോർട്ടന്റ് എന്നൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ, നമ്മൾ ബൈഹാർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. നമ്മളെ കയ്യിൽ ഐസ് ആണുള്ളത് അല്ലെ. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഖരാവസ്ഥയിലുള്ള ഒരാളാണ് അല്ലെ. ആ ഐസിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതാ ചൂടാക്കി ഹീറ്റ് ചെയ്തു. ആ ഹീറ്റ് ചെയ്ത സമയത്ത് അത് വാട്ടർ ആയിട്ട് മാറി. വീണ്ടും അതിനെ ഹീറ്റ് ചെയ്യുന്നു, നമ്മൾ ഹീറ്റ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് അല്ലെ. അങ്ങനെ അത് വാട്ടർ വേപ്പർ ആയിട്ട് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് തിരിച്ച് ഐസ് കിട്ടണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ഹീറ്റ് ഒക്കെ ഒഴിവാക്കി നമ്മൾ കൂള് ചെയ്യിപ്പിക്കാൻ തുടങ്ങി, തണുപ്പിക്കാൻ തുടങ്ങി. തണുപ്പിക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് എന്ത് കിട്ടി? ആ നീരാവി തണുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? ജലം കിട്ടില്ലേ? അപ്പൊ നമുക്ക് വീണ്ടും വാട്ടർ കിട്ടി. അത് വീണ്ടും തണുപ്പിക്കുന്ന സമയത്ത് എന്ത് കിട്ടുകയാണ്? നമുക്ക് ഐസ് കിട്ടുകയാണ് അല്ലെ. അതായത് നമ്മൾ വീണ്ടും ഖരാവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഐസിനെ ചൂടാക്കുന്നു, വെള്ളം കിട്ടുന്നു, വീണ്ടും ചൂടാക്കുന്നു, നീരാവിയായിട്ട് മാറുന്നു. നീരാവിനെ തണുപ്പിക്കുമ്പോ വീണ്ടും നമുക്ക് വെള്ളം കിട്ടുന്നു, വീണ്ടും തണുപ്പിക്കുന്നു നമുക്ക് എന്ത് കിട്ടുന്നു? ഐസ് കിട്ടുന്നു. ഈ ഒരു വാട്ടർ സൈക്കിൾ എന്നുള്ളതാണ് മിസ് പറഞ്ഞു വന്നത്. ഇവിടുത്തെ വളരെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മളോട് ചോദിക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതൊക്കെ എന്താന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാൻ പറ്റണം. ദാ ഇവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് മിസ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, ഫൈൻഡ് ദ മിസ്സിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ നോക്കിയേ നിങ്ങൾ, എന്താ ഇവിടെ സംഭവം? ഇവിടെ ഇത്രയേ ഉള്ളൂ. ഐസ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. ഐസ് ഇതാ ഇവിടെ ഹീറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെയും ഹീറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, വാട്ടർ വേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നടുവിൽ ആരായിരിക്കും? ഡെഫിനറ്റ്ലി നമ്മളെ നടുവില് വാട്ടർ ആയിരിക്കും അല്ലെ, ജലമായിരിക്കും ഉണ്ടാവുക. ജലത്തിനെ ചൂടാക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നീരാവി കിട്ടുന്നത്. ഇനി നമുക്ക് ഇതാ വേറെയും ആളുകളുണ്ട് അല്ലെ. തിരിച്ചിങ്ങോട്ടേക്ക് ഏരോ മാർക്ക് കൊടുത്തിട്ട് കൂൾസ് തണുപ്പിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. ബിയിൽ എന്താണെന്നൊന്നും കൊടുത്തിട്ടില്ല. നമുക്കറിയാം വെള്ളത്തിനെ തണുപ്പിച്ചാലേ നമുക്ക് ഐസ് കിട്ടുള്ളൂ. അപ്പൊ എഗെയിൻ ഇവിടെയും എന്താ വരുന്നത്? കൂൾസ് ആണ് അല്ലെ. അതായത് എന്താണ്? തണുപ്പിക്കുന്നു, നമ്മൾ തണുപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ? നമ്മള് ചിന്തിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാ? ഉത്തരം എഴുതുക. ഒരിക്കലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഐസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു, വെള്ളമാവുന്നു. വെള്ളം ചൂടാക്കുന്നു, എന്താവുന്നു? നീരാവിയാവുന്നു അല്ലെ, അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ആവുന്നു. തിരിച്ചോ, നമ്മുടെ നീരാവിനെ നമ്മൾ തണുപ്പിക്കുന്നു, നമുക്ക് വെള്ളം കിട്ടുന്നു അല്ലെ, വാട്ടർ കിട്ടുന്നു, ജലം കിട്ടുന്നു. വീണ്ടും അതിനെ തണുപ്പിച്ചാൽ നമുക്ക് ഐസ് കിട്ടുന്നു. അത്രമാത്രം മക്കൾ ഓർത്താ മതി. അതിലൂടെയാണ് ബാക്കി എല്ലാ ചോദ്യങ്ങളും വരിക. ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ചിത്രം തന്നിട്ടായിരിക്കും, ചിലപ്പോ ഇങ്ങനെ വട്ടത്ത് തന്നിട്ടായിരിക്കും, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റണം. അപ്പൊ മക്കള് കറക്റ്റ് ആയിട്ട് ഇത് നോക്കി വെക്കുക. ആൻഡ് യെസ്, നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത്, നമ്മൾ ഇന്നലെയൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജ്വാല ബാച്ചിന്റെ കാര്യം അല്ലെ. അപ്പൊ നമ്മുടെ LSS എഴുതാൻ താല്പര്യമുള്ള എല്ലാ മക്കളും നമ്മുടെ സൈലത്തിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ ഫ്രീ ആയിട്ട് മക്കൾക്ക് ഇതാ ജ്വാല ബാച്ചില് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ജ്വാല ബാച്ചിന്റെ കൂടെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയും നമ്മുടെ 4ാം ക്ലാസ്സും കൂടെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കാനായിട്ട് പ്രാണ ബാച്ച് ഉണ്ട്. പ്രാണ ബാച്ചിന്റെ ഫീച്ചേഴ്സ് മക്കൾക്ക് ഓൾറെഡി അറിയുന്ന ആളുകൾ ഉണ്ടാവും, ഒരുപാട് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അഡ്മിഷൻ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു എമൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രാണ ബാച്ചിലും ജോയിൻ ചെയ്യാം. ജ്വാല ബാച്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമ്മുടെ ബാച്ചിലൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള കുറെ വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.